രാഹുൽ ഗാന്ധിയെ രണ്ടാം അംബേദ്കർ എന്ന് വിളിക്കാൻ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധി രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ ഒരു ദിവസം പോലും ഒരു ജോലിയും അദ്ദേഹം ചെയ്തിട്ടില്ല. നികുതിദായകരുടെ പണം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ രണ്ടാം അംബേദ്കർ എന്ന് വിളിച്ചാൽ അത് ദളിതർക്ക് അപമാനമാണ്. രാഹുൽ ഗാന്ധിയെയും ഡോക്ടർ BR അംബേദ്കറെയും താരതമ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ശനിയാഴ്ച ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ നിരവധി BJP നേതാക്കളാണ് രംഗത്തെത്തിയത്. ഭരണഘടനാ ശില്പിയോടുള്ള വലിയ അപമാനമാണിതെന്നാണ് അവർ ഈ താരതമ്യത്തെ വിശേഷിപ്പിച്ചത്. ചരിത്രം വീണ്ടും വീണ്ടും പുരോഗതിക്ക് അവസരങ്ങൾ നൽകുന്നില്ലെന്ന് മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് ചിന്തിക്കേണ്ടി വരും. തൽക്കത്തോറ സ്റ്റേഡിയം സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അവർ പിന്തുടരുകയും പിന്തുണയ്ക്കുകയും വേണം. അവർ അങ്ങനെ ചെയ്താൽ രാഹുൽ ഗാന്ധി അവർക്ക് രണ്ടാമത്തെ അംബേദ്കർ ആണെന്ന് തെളിയിക്കപ്പെടുമെന്ന് ഉദിത് രാജ് എഴുതി. ജാതി സെൻസസ് നടത്താതിരുന്നത് തന്റെ തെറ്റാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച സമ്മതിക്കുകയും ഇപ്പോൾ അത് തിരുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. നേരത്തെ ജാതി സെൻസസ് നടത്താതിരുന്നതിൽ കോൺഗ്രസ് പാർട്ടിയല്ല താൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് അദ്ദേഹം റാലിയിൽ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ജാതി സെൻസസ് നടത്തുമായിരുന്നു എന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അത് എന്റെ തെറ്റാണ്, കോൺഗ്രസിന്റെ തെറ്റല്ല. ആ തെറ്റ് ഞാൻ ഇപ്പോൾ തിരുത്താൻ പോകുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ അഭിപ്രായത്തെ ശക്തമായി എതിർത്തു. ബാബാ സാഹിബ് അംബേദ്കറെ രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്യുന്ന കോൺഗ്രസിനോട് ഞാൻ ഗൗരവമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP വക്താവ് പ്രദീപ് ഭണ്ഡാരിയും രൂക്ഷമായി പ്രതികരിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ബാബാ സാഹിബ് അംബേദ്കറോടുള്ള വലിയ അപമാനമാണ്. കോൺഗ്രസിൽ ബൂട്ട് ലിക്കിംഗ് മത്സരം നടക്കുന്നുണ്ട്. കേരളത്തിലെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉദിത് രാജിനെയും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ആദ്യം രാഹുൽ ഗാന്ധി രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യണം. ജീവിതത്തിൽ ഇതുവരെ ഒരു ദിവസം പോലും അദ്ദേഹം ഒരു ജോലിയും ചെയ്തിട്ടില്ല. നികുതിദായകരുടെ പണം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. ആദ്യം അദ്ദേഹം രാജ്യത്തിനും ആളുകൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയണം. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ആളുകൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം എക്സിൽ എഴുതി. അതുമാത്രമല്ല, വെറുതെ ഇരുന്ന് മറ്റു പാർട്ടിയെയും കുറ്റം പറയുക എന്ന നിലപാടും രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്താൻ അദ്ദേഹം മടിക്കുന്നില്ല. അധികാരം കിട്ടാത്തത് കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാണെന്ന് പലരും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും ഷോ ആണെന്നും കഴമ്പില്ലെന്നും പരിഹസിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. തനിക്ക് മോദി ഒരു പ്രശ്നമേ അല്ല, അദ്ദേഹത്തിന് പ്രകടനം മാത്രമാണ്. മറ്റുള്ളവർ അനാവശ്യമായി വളരെയധികം പ്രാധാന്യം നൽകുന്നതാണെന്നും രാഹുൽ പറയുന്നുണ്ട്. ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി മോദിയെ 2-3 തവണ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഒരേ മുറിയിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി ഒരിക്കലും ഒരു വലിയ പ്രശ്നമല്ല എന്ന് തനിക്ക് തോന്നിയെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ അനുമാനിക്കുന്ന വിധം ഊതിപ്പെരുപ്പിച്ചിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സമൂഹങ്ങളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് MP പ്രതികരിച്ചു. ദളിതർ, പിന്നോക്ക വിഭാഗക്കാർ, ഗോത്രവർഗക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവർ ചേർന്ന് രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 90% വരും. എന്നാൽ ബജറ്റ് തയ്യാറാക്കിയ ശേഷം ഹൽവ വിതരണം ചെയ്യുമ്പോൾ ഈ 90% പേരെ പ്രതിനിധീകരിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ജനസംഖ്യയുടെ ഈ 90% രാജ്യത്തിന്റെ ഉൽപാദന ശക്തിയെ രൂപപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളാണ് ഹൽവ ഉണ്ടാക്കുന്നത്, പക്ഷേ അവരാണത് കഴിക്കുന്നത്. അവർ ഹൽവ കഴിക്കരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞ പക്ഷം നിങ്ങൾക്കും കുറച്ച് കഴിക്കാനാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SC, ST, OBC സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും അവയുടെ മാനേജ്മെന്റിന്റെയും ഭാഗമല്ലാത്തതിനാൽ തെലങ്കാനയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ശമ്പള പാക്കേജുകൾ ലഭിക്കുന്നില്ല എന്നും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ആക്സസ് ചെയ്ത ഡേറ്റ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. മറുവശത്ത് MGNREGA തൊഴിലാളികളുടെയോ താൽക്കാലിക ജോലിക്കാരുടെയോ പട്ടിക പരിശോധിച്ചാൽ അവർ പൂർണ്ണമായും SC, ST, OBC സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.